കോളിംഗ് അനുസരിച്ചാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിളികൾ അനുസരിച്ചാണ് നമുക്കുണ്ടാകുന്ന എൻകൗണ്ടറുകളും നമുക്കുണ്ടാകുന്ന ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളി, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ചാണ് നമ്മുടെ മേളിൽ വരുന്ന അഭിഷേകവും നമ്മുടെ മേളിൽ ഉണ്ടാകുന്ന ദൈവാനുഗ്രഹങ്ങളും ദ സെയിം ടൈം നമുക്കുണ്ടാകുന്ന വെല്ലുവിളികളും. ഒരു ഉണങ്ങി നിൽക്കുന്ന മാവിനകത്ത് നോക്കാൻ ആരും വരത്തില്ല. മാങ്ങയുള്ള മാവിനകത്തെ കല്ലും കമ്പും വരത്തുള്ളൂ. അന്നത്തെ കാലത്തെ യഹൂദന്മാർക്കോ പരീശന്മാർക്കോ യേശുവിനെ പോലെ വചനം പ്രസംഗിക്കുന്നവർക്ക് ആർക്കും പ്രതിസന്ധികളില്ലായിരുന്നു. പക്ഷെ യേശു കർത്താവിന് മാത്രമായിരുന്നു നിന്ന, യേശുവിന് മാത്രമായിരുന്നു പരിഹാസം, യേശുവിന് മാത്രമായിരുന്നു പ്രതികൂലം. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നീ ബഥാനിയയിലേക്ക് പോകരുത്, ഇപ്പോൾ തന്നെ അവിടുള്ള യഹൂദന്മാർ നിന്നെ കല്ലെറിയാൻ നിൽക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ വിലക്ക് കൽപ്പിച്ച ആ പട്ടണത്തിൽ കയറിയ നിന്നെ എറിഞ്ഞു കളയും എന്ന് പറഞ്ഞെടുത്താണ് യേശു ലാസറിനെ ഉയർപ്പിച്ചത്. ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്, നിന്റെ നേരെ വരുന്ന പ്രതിഷേധത്തെ ദൈവം അഭിഷേകമാക്കി മാറ്റും. നിനക്കെതിരെ വരുന്ന വെല്ലുവിളികളെ പരിശുദ്ധാത്മാവ് അത്ഭുതമാക്കി തീർക്കും. നിന്റെ ഭവനത്തിനകത്ത് എന്തെങ്കിലും വെല്ലുവിളികൾ അനുഭവിക്കുന്നെങ്കിൽ, ഇതുവരെയില്ലാത്ത വെല്ലുവിളികൾ സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുന്നെങ്കിൽ, തലമുറകളുമായുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നെങ്കിൽ, അവിടെ തന്നെ, ആ വീട്ടിൽ തന്നെ, ആ തലമുറയിൽ തന്നെ, ആ സ്ഥലത്ത് തന്നെ ഒരത്ഭുതം നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ഒരു മിറക്കിൾ അവിടെ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിന്നെ മാനിക്കും.